ദൈവത്തോടുകൂടെ അല്പസമയം ജീവിത പോരാട്ടത്തിൽ വിജയം നേടുക. 56-ാം ദിവസം ഫെബ്രുവരി 25. ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെ, 2 കൊരിന്ത്യർ 2:12 മുതൽ 17 വരെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെ. സന്ധ്യ ആയപ്പോൾ ശിഷ്യന്മാർ കടപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടൽക്കരെ കപ്പർന്നഹൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷം യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചിട്ട് അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്നു. പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. അവൻ അവരോട്, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യം. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോടുകൂടെ ജഡജ്ഞാനത്തിൽ അല്ല, ദൈവകൃപയിലത്രേ, ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതുമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്കെഴുതുന്നില്ല. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്കെന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നുവെന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമതും ഒരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ച് മുൻപേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കെദോന്യയ്ക്ക് പോയി പിന്നെയും മക്കെദോന്യയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദിയയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു. ഇങ്ങനെ വിചാരിച്ചത് ഞാൻ ചാവല്യം കാണിച്ചു, അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഊവ് ഇല്ല ഇല്ല എന്ന് ആകുവാൻ തക്കവണ്ണം എൻ്റെ നിരൂപണം ജഡീക നിരൂപണമോ? ജീവിത പുരോഗമനത്തിൽ വിജയം പ്രാപിക്കുന്നതിന് മനുഷ്യർ അത്യാധ്വാനം ചെയ്യുന്നത് കാണാം. ശിഷ്യഗണങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് തണ്ടുവലിച്ചു, എന്നിട്ടും അവർ എങ്ങും എത്തിയില്ല. ഇന്നത്തെ ലോകത്തിൽ ഉള്ള മനുഷ്യൻ്റെ ഗതിയും ഇപ്രകാരമാണ്. കാറ്റും ഓളവും അവർക്കെതിരായിരുന്നതിനാൽ അവരുടെ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമായിരുന്നു. അപ്പോൾ യേശു അവിടെ വരുന്നു. അവർ ഭയപ്പെടുന്നു. അവസാനം അവനെ പടകിൽ കയറ്റുന്നു. അവർ അക്കരെ എത്തുകയും ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിലും യേശുവിനെ കൂടാതെ അവർ പുരോഗമനത്തിനായി വളരെ അധ്വാനിക്കുന്നു. അവർ എങ്ങും ചെന്ന് ചേരുന്നുമില്ല. സകല പ്രവർത്തനവും നിഷ്ഫലമായി കാണപ്പെടുന്നു. ജീവിതം തന്നെ ഭാരമുള്ളതായി അവർക്ക് തോന്നുന്നു. ഇങ്ങനെ ജീവിതം ഭാരമായി തീരുകയും പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകുകയും ചെയ്യുമ്പോൾ, നാം നിരാശരായി തീരുമ്പോൾ അവിടെ യേശു നമ്മുടെ അടുത്തേക്ക് വരുന്നു. നാം അവനെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കാൻ പലപ്പോഴും മടിക്കുന്നവരാണ്.
എന്നാലും അവനെ പ്രവേശിപ്പിക്കുമ്പോൾ ജീവിതം പുരോഗമിക്കുകയും ഭാരങ്ങൾ നീങ്ങുകയും പ്രവർത്തനങ്ങൾ ഫലപ്രദമായി തീരുകയും ചെയ്യുന്നു. യേശുവിനെ കൂടാതെ സ്വയമായി പ്രവർത്തിക്കുന്ന ചില സംഗതികൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, സ്വയപ്രകടനം. എല്ലാറ്റിലും ഞാൻ മുൻപിട്ട് നിൽക്കുക, എല്ലാം എനിക്ക് എൻ്റെ പിന്നിലേ ആകാവൂ എന്ന ചിന്ത, സ്വാർത്ഥ ഉദ്ദേശത്തോടുകൂടെ പ്രവർത്തിക്കുക. എന്ത് പ്രവർത്തനത്തിലും അതിൻ്റെ നേട്ടവും അതിൻ്റെ പ്രശംസയും എനിക്ക് മാത്രമായി തീരുക എന്നർത്ഥമാക്കുന്നു. വലിയവന് ആകണം എന്ന വലിയവനാകണമെന്ന് ആഗ്രഹിക്കുക, അതിനുവേണ്ടി വളരെ പണിപ്പെടുക, ആരെയും അതിനു വേണ്ടിയിട്ട് മുറിവേൽപ്പിക്കുക, ചവിട്ടിത്താക്കുക. എന്നാൽ ഒന്നും സാധ്യമാകുന്നില്ല. യേശുവിനെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ എല്ലാവരും വലിയവനാകുവാൻ ഇച്ഛിക്കുവാൻ എല്ലാവരുടെയും ദാസനാകട്ടെ എന്ന് അവൻ പറയുന്നു. ആദ്യം നാം ഭയപ്പെട്ട് യേശുവിൻ്റെ പ്രമാണം സ്വീകരിക്കുകയില്ല. ആ ഭയവും ചിലത് നഷ്ടപ്പെടും എന്നുള്ള ചിന്തയുമാണ് യേശുവിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നത്. എന്നാൽ എല്ലാവരുടെയും ശുശ്രൂഷകനായിക്കൊള്ളാം എന്ന് തീരുമാനിച്ച് യേശുവിൻ്റെ പ്രമാണം നാം സ്വീകരിക്കുമ്പോൾ നാം മഹാന്മാരായി തീരുന്നു. അവൻ്റെ ഇഷ്ടം ചെയ്യുന്നത് മൂലം സ്വയപ്രകടനം അസാധ്യമാകുന്നു. ഇതുപോലെ തന്നെ ശത്രുക്കളോടുള്ള പെരുമാറ്റത്തിൽ അവനെ നശിപ്പിക്കുന്നതിന് ശണ്ഠയും യുദ്ധവും കലഹവും നടത്തുന്നു. പക്ഷേ നാം ഒന്നും നടത്തുവാനോ അത് ഫലപ്രാപ്തിയിൽ വരുത്തുവാനോ സാധിക്കുന്നില്ല. യേശുവിൻ്റെ പ്രമാണം സ്വീകരിച്ച് ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ നാം ശത്രുവിനെ ഇല്ലാതാക്കുകയും സ്നേഹിതന്മാരുടെ എണ്ണം കൂട്ടുകയും അത്രേ ചെയ്യുന്നത്. ശത്രുവിനെ മിത്രമാക്കി തീർക്കുന്നു. ഇതുമൂലം വിജയം പ്രാപിക്കുന്നു. ഈ വിധത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ വിജയം സാധ്യമാകുന്നു. ഇത് സാധ്യമാകേണ്ടതിന് മതവും അത്യാവശ്യമാണ്. ദൈവമേ, അങ്ങയെ ഞങ്ങളുടെ സകലത്തിൻ്റെയും കേന്ദ്രമാക്കി തീർക്കുന്നതിന് സഹായിക്കണമേ. ഞങ്ങളുടെ അഹംഭാവത്തെ ദൂരീകരിക്കണമേ. എല്ലാവരും ദാസന്മാരായി തീരുവാൻ കൃപ നൽകണമേ. ലോകത്തിൻ്റെ എല്ലാ അസ്വസ്ഥതയ്ക്കും അവിടുത്തെ മാർഗം മാത്രമേ ഉള്ളൂ എന്നും യഥാർത്ഥമായി അവിടുത്തെ സ്വീകരിച്ച് രക്ഷയുടെ സന്തോഷം അത് മനസ്സിലാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ.